മനുഷ്യനെ മൃഗമാക്കുന്ന ഈ സാധനം വിറ്റാൽ അതിന്റെ കമ്മീഷൻ മുഴുവൻ അബ്കാരി കോൺട്രാക്ടറുടെ പോക്കറ്റിൽ പോയാൽ അത് വ്യാജം. അത് നമ്മുടെ ഗവൺമെന്റിന് ഒരു നല്ല വിഹിതം കിട്ടിയാൽ അത് ഒറിജിനൽ. ഇതല്ലേ? ഇങ്ങനെ ഒറിജിനലും വ്യാജനും തിരിച്ച് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ തകർക്കുന്ന സാധനം തലമുറകൾക്ക് വിതരണം ചെയ്യുന്നതിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണകൂടം മയക്കുമരുന്നിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ ചിരിക്കാൻ വക നൽകുന്ന ഒരു കാര്യമെന്നല്ലാതെ എന്തു പറയാൻ? എന്താ മയക്കുമരുന്നിനോട് ഇവർക്ക് ഇത്ര ദേഷ്യം എന്നറിയോ? മയക്കുമരുന്നിന്റെ ഒരു വിഹിതത്തിലും ഖജനാവിലേക്ക് വരുന്നില്ല. ഇത് റേഷൻ പീടികയിലൂടെ വിതരണം ചെയ്യുന്ന സാധനമല്ല, ഇത് വേറെ വഴിക്ക് വരുന്നതാണ്. നമുക്കൊരു വരുമാനം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആർക്കും ഒന്നും കിട്ടണ്ട, അത്രേ ഉള്ളൂ. അല്ലാതെ തലമുറകളുടെ നിലനിൽപ്പോയിട്ട് ഇതിനുള്ള ബന്ധമൊന്നും ഇവർ മനസ്സിലാക്കിയിട്ടില്ല. ലിബറലിസത്തിന്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് മദ്യത്തിനെ അനുവദിക്കുകയും മയക്കുമരുന്നിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ വിരോധാഭാസം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ വളരുന്ന മക്കളെ കാത്തിരിക്കുന്ന ഒരു കാലത്താണ് ലിബറലിസത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ